ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിട്ട് നമ്മൾ കണ്ടത് എല്ലാവരും ശരത്ത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പിലും കൈകൂപ്പിയിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ശരത്ത് ചെയ്തത് ഏതൊക്കെ വിധത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതിന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കേസ് ഒന്നുമില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണല്ലോ സച്ചി പോലീസുകാര് ശരത്തിന്റെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് എഴുതി മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നാ വന്ന പോലീസുകാരെടുത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇത് കുടുംബ പ്രശ്നമൊന്നുമല്ല, എന്റെ പണമാണ് ഒരുത്ത മോഷ്ടിച്ചത്. വന്ന പോലീസുകാരെടുത്ത് കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി അതിനകത്ത് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞു വിടുന്നത്. ചന്ദ്ര പരാതി എഴുതി കൊടുത്തത് കൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ശരത്തിന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഹാജരാവാൻ വേണ്ടി പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ശിക്ഷയുടെ കാഠിന്യം കൂടുന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായല്ലോ എന്നൊക്കെ നമ്മുടെ സച്ചിയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയാണ്. അതിനുശേഷം രേവതിയുടെ അടുത്ത് മുറിയിലേക്ക് സച്ചി പോകാൻ വേണ്ടി പറയുമ്പോൾ രേവതിയുടെ അടുത്ത് മുറിയിലേക്ക് പോകരുത്, ഈ വീടിന്റെ പുറത്തു പോകണം എന്നാണ് ചന്ദ്ര പറയുന്നത്. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത രേവതി എന്തിനാ പുറത്തു പോകുന്നത് എന്നുള്ള കാര്യമാണ് ചന്ദ്രയുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത്. ശ്രുതിയും അതുപോലെ ശ്രുതിയും ഒഴികെ കേട്ടോ. ശരത്താണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, അവനെ ശിക്ഷിക്കാനുള്ള അർഹത നിനക്കുണ്ട്. എന്നാ രേവതിയോട് ഇവിടുന്ന് പുറത്തു പോകാൻ പറയാനുള്ള ഒരവകാശം ചന്ദ്രൻ നിനക്കില്ല എന്ന് രവിയും കൂടി പറയുന്നത് കേൾക്കുമ്പോൾ എന്നാ പിന്നെ ഇവളിവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയാണെങ്കിൽ ഭാമയുടെ വീട്ടിലേക്ക് പോവാണ് ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് വീണ്ടും കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നില്ല കേട്ടോ. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ചന്ദ്ര ഭാമയുടെ വീട്ടിലെത്തിയതിനു ശേഷം ഭാമയുടെ അടുത്ത് താൻ ഇറങ്ങി പോകുന്നത് മറ്റൊന്നിനുമല്ല, ഈ ഒരു പേരും പറഞ്ഞ് ഇത് നല്ലൊരു അവസരമാണല്ലോ, ഈ അവസരം ഉപയോഗിച്ചിട്ട് രേവതിയെ എന്നേക്കുമായിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഇപ്പൊ പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാതെ താൻ വീട്ടിലേക്ക് കയറില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഭാമയുടെ അടുത്ത് ചന്ദ്ര പറയുന്നത് കേട്ടോ. ഇത് നോക്ക് ചന്ദ്രേ, എന്റെ മരുമകളെ എന്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോയില്ലേ, അതുപോലെ ഒരു ദിവസം ശ്രുതിയും വർഷയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഒരിക്കലും രേവതി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല. കാരണം അവള് കൂട്ടവും കുടുംബവും എന്നും ഒന്നായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ ഭാമയുടെ വാക്കുകളെല്ലാം കേട്ട ചന്ദ്രയാണെങ്കിൽ നിന്റെ അഡ്വൈസ് ഒന്നും എനിക്ക് വേണ്ട, നിനക്ക് ഞാൻ ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നീ പറഞ്ഞോ, ഞാൻ വേണമെങ്കിൽ പൊക്കോളാം. നീ രേവതിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ട് നീ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കോ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന ചന്ദ്രയുടെ അടുത്ത് ചന്ദ്രേ, നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോവാൻ വേണ്ടി പോകുന്നത്? നീ എന്താ ഭാമേ പറഞ്ഞു വരുന്നത്? എനിക്ക് പോവാൻ വേണ്ടിയിട്ട് ഇടമില്ല എന്നാണോ? ഞാൻ എന്റെ സ്വന്തം നാട്ടിലേക്ക് പോകും. ചന്ദ്രേ, അതൊന്നും വേണ്ട, നീ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോ, ഞാൻ ഒരിക്കലും നിന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറയില്ല. ഞാൻ ചന്ദ്രേ നിന്നെ അഡ്വൈസ് ചെയ്യൊന്നുമില്ല ചെയ്തത്. ശരത്ത് ചെയ്ത തെറ്റിന് രേവതിയും അതുപോലെ തന്നെ സച്ചിയെയും വീട് വിട്ട് പറഞ്ഞയക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാ ഞാൻ പറഞ്ഞോളൂ. അതിനെക്കുറിച്ച് നീയേ സമാധാനപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പോ നിനക്ക് തന്നെ മനസ്സിലാകും. ഇപ്പൊ പോയിട്ട് നീ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്ക് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പറഞ്ഞു വിടുവാണേ. തുടർന്ന് അന്നേ ദിവസം രാത്രിയിലാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിയും രേവതിയും കിടക്കുവാണ്. രേവതിയാണെങ്കിൽ പെട്ടെന്ന് കരയുന്ന ശബ്ദം കേൾക്കുമ്പോൾ സച്ചി എണീറ്റ് നോക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ രേവതി നീ ഇങ്ങനെ കരയുന്നത്? ഇങ്ങോട്ട് വാ അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും നടക്കേണ്ടതെല്ലാം നടന്നു. സച്ചിയേട്ടാ, എനിക്ക് ഇതൊന്നും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതി കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണേ. എന്താ ചെയ്യാ, ഇതൊക്കെ നടക്കണമെന്നാണ് വിധി, അതുപോലെ ചെയ്തു, എല്ലാം നമ്മുടെ കൈമീറി പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിയേട്ടാ, ഞാന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ദേഷ്യപ്പെടുമെന്ന് ചോദിക്കുകയാണേ. നീ ദേഷ്യപ്പെടുന്ന രീതിയിൽ ഒന്നും പറയില്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും നീ പറ. ഞാന് എന്റെ അനിയൻ ചെയ്തത് തെറ്റാണെന്ന് തന്നെ പറയുള്ളൂ, ഒരിക്കലും അവനെ ന്യായപ്പെടുത്തി സംസാരിക്കില്ല. അതും അമ്മയുടെ അടുത്ത് അവൻ മോഷ്ടിച്ചല്ലോ, അത് വലിയ പാപമാണ്. അമ്മയുടെ സ്ഥാനത്ത് ആരാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. എങ്കിലും അമ്മ എന്തിനാണ് ഈ വീട് വിട്ടു പോയെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ രേവതി, നിനക്ക് അമ്മയെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയില്ലേ? അവരൊരു കാര്യം ചിന്തിച്ചിട്ട് ചെയ്യില്ല, അപ്പൊ എന്താണോ തോന്നുന്നത് അത് പറയുകയും അത് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല, അവർക്കാണെന്നുണ്ടെങ്കിൽ നിന്നെ ഇഷ്ടമല്ല. നിന്റെ അനിയനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നുള്ള കാര്യം കേട്ടപ്പോ അവർക്കൊരു അവസരം കിട്ടിയതാണല്ലോ, അതുകൊണ്ട് ഓവറായിട്ട് സംസാരിക്കുകയും ഇറങ്ങി പോവുകയും ചെയ്തു. എങ്കിലും ഒരിക്കലും അമ്മ ഈ വീട് വിട്ട് പോകാൻ വേണ്ടി പാടില്ല, ഇത് അമ്മയുടെ വീടാണെന്ന് രേവതി പറഞ്ഞ് കേട്ട ഉടനെ തന്നെ, അല്ലെങ്കിൽ അവർ 40 വട്ടം ഇത് തന്നെ പറയാം, ഇപ്പൊ നീ ഇത് ആരംഭിച്ചാ പറയാൻ വേണ്ടിട്ടെന്ന് ചോദിക്കുകയാണേ.
ചന്ദ്രയാണല്ലോ എപ്പോഴും പറയുന്നത് ഇത് എന്റെ വീടാന്ന്. ഇപ്പോ രേവതി ആരംഭിച്ചോ എന്നുള്ള രീതിയിലാണ് സച്ചി ചോദിക്കുന്നത്. അത് സത്യം തന്നെയല്ലേ? തെറ്റ് എന്റെ അനിയന്റെ ഭാഗത്തായതുകൊണ്ട് തന്നെ എന്തിനാണ് അമ്മ വീട് വിട്ട് ഇറങ്ങി പോകുന്നത്? അതിന്റെ പേരില് അച്ഛനും ഒരുപാട് വേദനിക്കുന്നുണ്ട്. എന്ത് വിഷയമാണെന്നുണ്ടെങ്കിലും അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതില് അച്ഛന് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇതുമില്ല. രേവതി, അച്ഛൻ എപ്പോഴും ന്യായത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കുള്ളൂ. ഈ ഒരു ഇതില് നിന്റെ അനിയന്റെ ഭാഗത്ത് ന്യായമൊന്നുമില്ല. അതുകൊണ്ടാണ്. അത് തന്നെയാണ് സച്ചേട്ടാ ഞാനും പറയുന്നത്. അച്ഛനും അമ്മയും ഒരിക്കലും പിരിഞ്ഞു നിൽക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് രണ്ടുപേർക്കും തനിയെ പോയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി അങ്ങ് ചൂടാവാണ് കേട്ടോ ചെയ്യുന്നത്. നീ എന്തൊക്കെയാ രേവതി പറയുന്നത്? കുറച്ചുപോലും നിനക്ക് ബുദ്ധിയില്ലേ? അതുകൊണ്ടാ സച്ചേട്ടാ ഞാൻ പറഞ്ഞത് സച്ചേട്ടൻ ദേഷ്യപ്പെടരുതെന്ന്. നീ പറയുന്ന കാര്യം കേട്ട രേവതി എങ്ങനെയാ ദേഷ്യപ്പെടാതിരിക്കുന്നത്? നീ എന്താ രേവതി തനിയെ പോണെന്നൊക്കെ പറയുന്നത്? സച്ചേട്ടാ, എന്റെ കുടുംബം കാരണമാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഒരു പ്രശ്നം കാരണം അച്ഛനും അമ്മയും ഇടയിൽ വേറെന്തെങ്കിലും പ്രശ്നം വരും എന്നുള്ള ഭയം എനിക്കുണ്ട്. നീ പോയെന്ന് കരുതിയിട്ട് രേവതി പ്രശ്നമൊന്നും അവസാനിക്കില്ല. അച്ഛനും അമ്മയും നീ ഇല്ലെങ്കിലും ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും. നീ വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം അച്ഛനൊന്ന് പറയും, അമ്മ വേറൊന്ന് പറയും. രണ്ടുപേരും തമ്മിൽ അടിയാകുകയും ഇതുപോലെ തന്നെ വഴക്കിട്ട് പിരിഞ്ഞു നിൽക്കും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അവർ തന്നെ താനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന സംഭവങ്ങളാണ്. അല്ലാതെ രേവതി ഇതൊന്നും നീ കാരണമല്ല. അല്ല സച്ചിയേട്ടാ, നമ്മൾ കാരണം ആരും ഒരു ബുദ്ധിമുട്ടോ അനുഭവിക്കാൻ വേണ്ടി പാടില്ല. ഇന്ന് എല്ലാവരും കൂടി ചേർന്നിട്ട് നിന്നെയല്ലേ കഷ്ടപ്പെടുത്തിയത്? എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അമ്മ നിന്നെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. പൗഡർ എടുത്തേക്കും അതുപോലെ തന്നെ വർഷയ്ക്കും കൊടുത്ത് ഒരു സ്ഥാനവും ഇതുവരെ നിനക്ക് തന്നിട്ടില്ല അമ്മ. ഇതൊക്കെ ഞാനും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ തനിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണോ നിന്റെ വിചാരം? എന്തിന്? സച്ചിയുടെ ഫ്രണ്ട് അടക്കം ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവര് തനിയല്ലേ താമസിക്കുന്നത്? ഇത് എനിക്ക് അറിയില്ലെന്നാണോ നിന്റെ വിചാരം? പക്ഷെ എന്തുകൊണ്ടാ ഞാൻ പോവാത്തതെന്നറിയോ? ഈ വീട് വേണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നാ മാത്രമേ ഭക്ഷണം കിട്ടൂ എന്ന് വിചാരിച്ചിട്ടോ അല്ല. എല്ലാം എന്റെ അച്ഛന് വേണ്ടിയിട്ട് മാത്രമാണ്. അച്ഛന്റെ ജീവിത അവസാനം വരെ അവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം. ഇവിടെ അച്ഛന് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തിന്? അച്ഛനൊരു ചെറിയ പനി വന്നാൽ പോലും അച്ഛൻ സച്ചി എന്ന് പറഞ്ഞിട്ടേ വിളിക്കുള്ളൂ. അച്ഛനെ വിട്ടിട്ട് പോകണമെന്ന് ഞാന് വിചാരിക്കില്ല. അതുപോലെ നീയും അങ്ങനെ വിചാരിക്കുന്ന ആളല്ലാന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും സന്തോഷത്തോടു കൂടി പോകണമെന്നല്ല സച്ചേട്ട പറഞ്ഞത്. ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് എനിക്കും എന്താ ഇഷ്ടമാണോ? എങ്കിലും എന്റെ കുടുംബം കാരണം ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായി. അത് അച്ഛനും മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്ന രേവതിയുടെ അടുത്ത് രേവതി ആരും ഒന്നും വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. നിന്റെ അനിയൻ ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചു. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതിയിട്ട് ഞാനിതിങ്ങനെ വിട്ടുകളയത്തൊന്നുമില്ല. എന്റെ അമ്മ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുന്നുള്ള കാര്യം എനിക്ക് ആദ്യം അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ശരത്തിനെ സേഫ് ആയിട്ടുള്ള ഒരിടത്ത് കൊണ്ടുവിട്ടത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പ്രതികളുടെ ലിസ്റ്റിൽ വരും. പിന്നെ അവന്റെ ഭാവി പോകും. എന്തായാലും അമ്മയെ കൊണ്ട് എങ്ങനെയാണ് ഈ കംപ്ലൈന്റ് പിൻവലിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ നോക്കട്ടെ. രേവതി ആശ്വസിപ്പിച്ച് നെഞ്ചിൽ ചേർത്ത് കിടത്തി ഉറക്കുവാണ് കേട്ടോ നമ്മുടെ സച്ചി. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കിട്ടിയ അവസരം തന്നെ മുതലെടുക്കുക എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ മഹിമ എത്തുന്നുണ്ട്. വന്നോടനെ തന്നെ ചന്ദ്രയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആരാ എന്ന് ചോദിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് രവിയാണ് കേട്ടോ വരുന്നത്. മഹിമ എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ വന്നിട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ അടുത്തൊരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. ചന്ദ്രയും അതുപോലെ തന്നെ വർഷയും കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച് വന്നതാന്ന് പറയുന്നുണ്ട്. അയ്യോ, അതിന് ചന്ദ്ര ഇവിടെ ഇല്ലല്ലോ എന്ന് രവി പറഞ്ഞത് കേൾക്കുമ്പോ ആണോ, അവള് എവിടെ പോയി? ബാമയുടെ വീട്ടിലേക്കാ പോയെന്ന് പറയുന്നുണ്ട്. എപ്പോ വരുന്നു ചോദിക്കുമ്പോ അറിയില്ല എന്നാണ് മറുപടി നൽകുന്നത്. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മഹിമ വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ആ ആന്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഉടനെ തന്നെ മഹിമയാണെങ്കിൽ ശ്രുതിക്ക് അരികിലേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ആന്റിയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആ സുഖമായിട്ടിരിക്കുന്നു. ചന്ദ്ര ഇവിടെ ഇല്ല അല്ലേ? നിനക്കറിയോ എപ്പോഴാ അവള് വരാ എന്നുള്ള കാര്യം? ഇല്ല ആന്റി, അത് ആന്റിക്ക് മാത്രമേ അറിയുള്ളൂ. ദേഷ്യത്തിൽ പോയതാണ് ആന്റി. എപ്പോഴാ വരിക എന്നുള്ള കാര്യം ആർക്കും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദേഷ്യത്തിൽ പോയെന്നോ? എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ മഹിമ. ശ്രുതി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇങ്ങനെ രവി ദേഷ്യത്തോടു കൂടി ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആന്റി വീഡിയോ വന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ? ഞാൻ കണ്ടു. അത് കണ്ടപ്പോ എനിക്ക് തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ ചന്ദ്രയെ കണ്ടിട്ടൊന്ന് സമാധാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഒരിക്കലും രേവതിയുടെ അനിയൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു. ആ പയ്യൻ ഇതിനു മുമ്പ് ഇവിടുന്ന് ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടല്ലേ? ചന്ദ്ര അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുമ്പോ എന്ന് മറുപടി നൽകുകയാണ് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും മഹിമയുടെ ശബ്ദം കേട്ടിട്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹിമ വന്നതാണല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് വെള്ളം എടുത്തിട്ട് പോകുന്ന സമയത്താണ് മഹിമ. ഞാൻ വിചാരിച്ചു അവൻ ചെറിയ പയ്യനല്ലേ, ബൈക്കിനോടുള്ള കമ്പം കൊണ്ടറ്റം വന്ന് മോഷ്ടിച്ചായിരിക്കും എന്ന്. എന്നാ ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്
അവൻ നല്ലൊരു മോഷ്ടാവാണ് എന്നുള്ള കാര്യം ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ അരികിലേക്ക് ചെന്നിട്ട് ദാ വെള്ളം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തില് മഹിമയ്ക്ക് നേരെ നീട്ടുന്നുണ്ട്. വേണ്ട രേവതി, എന്താ രേവതി നിന്റെ അനിയ എങ്ങനെ ചെയ്തത്? അവൻ പഠിക്കുന്ന പയ്യനല്ലേ, അവനാണോ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? നിന്റെ അമ്മ ഇങ്ങനെയാണോ അവനെ വളർത്തിയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ മഹിമ. ഇപ്പൊ നോക്ക്, ഇതിപ്പോ നിന്റെ കുടുംബത്തിന് നാണക്കേടായി, അതുപോലെ തന്നെ ഇവിടെയും നാണക്കേടായില്ലേ? ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആന്റിക്ക് ഭയങ്കര ദേഷ്യമായി. നല്ല ദേഷ്യത്തിലായിരുന്നു ആന്റി. രേവതിയുടെ അടുത്തും അതുപോലെ സച്ചിയുടെ അടുത്തും ഇവിടുന്ന് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് വരെ പറഞ്ഞു. ഇത് കേട്ട മഹിമയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും എങ്ങനെയാ പറയാതിരിക്കുക, ഇവിടേക്ക് കയറി വന്നിരിക്കുന്ന മരുമകളുടെ അനിയൻ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ദേഷ്യം വരാതിരിക്കുക? എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നേരെ രവിക്ക് അരികിലേക്ക് ചെന്ന് ഇരിക്കുവാണ് കേട്ടോ. ചന്ദ്രയുടെ മാനസികാവസ്ഥ എന്താന്നുള്ള കാര്യം തനിക്ക് മനസ്സിലാകുമെന്ന് ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അപമാനമായിട്ടാ തോന്നുന്നത്. എന്നെ തന്നെ പലരും ഫോൺ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും മകളെ കെട്ടിച്ച വീട്ടില് എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നതെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട് പോലെ തോന്നുന്നു. മോഷ്ടാക്കളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുടെ വീട്ടിലേക്കാണോ നിങ്ങളും മകളെ കൊടുത്തതെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയേണ്ടതെന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ ഇങ്ങനെ കുത്തുന്ന രീതിയിൽ മഹിമ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടേ. അവിടെ ചന്ദ്രമതി ഉണ്ടാകുമെന്നും ചന്ദ്രമതിയെ നന്നായിട്ട് എരിവരി കയറ്റി കൊടുക്കുക കിട്ടിയ അവസരത്തിൽ നിന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ചന്ദ്ര ഇല്ലെങ്കിലും വന്ന പണിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മഹിമ. ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, വർഷയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പല ഫംഗ്ഷനും പോകുന്നില്ല, നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരാളുള്ള കാര്യം എനിക്ക് ചിന്തിക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല. അത് മാത്രമല്ല ഞങ്ങളത് കുറച്ച് ഗൗരവമുള്ള കുടുംബമാണല്ലോ. ഇത് കേട്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതെ, അത് ശരി തന്നെയാണ്, നിങ്ങളത് ഭയങ്കര ഗൗരവമുള്ള കുടുംബമാണ്. നിങ്ങളുടെ ഭർത്താവ് സർവീസിലിരിക്കുന്ന സമയത്ത് എവിടൊക്കെ കൈവച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം. കണക്കുകളിലെ എന്തൊക്കെയോ കൃത്രിമം കാണിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ട കാര്യങ്ങളെല്ലാം ആവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ കിടന്ന് ഉരുളുവാണേ. എന്തായാലും നിന്റെ ഭാര്യയുടെ അനിയൻ ചെയ്തിരിക്കുന്നത് തെളിവടക്കം എല്ലാ നാട്ടുകാരും കണ്ടില്ലേ? തെളിവില്ല എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള കാരണം എന്താന്നുള്ള കാര്യം കൂടി നോക്കണമല്ലോ. ചിലരെ പോലെ പണത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് കമ്മീഷനൊന്നും അടിച്ചു മാറ്റിയതല്ല, അവൻ ദേഷ്യത്തിൽ ചെയ്തതാണ്. കാശും തിരികെ കൊടുത്തു എന്ന് പറയണേ. കാശ് കൊടുത്തെന്ന് കരുതിയിട്ട് അവ മോഷ്ടിച്ചത് ഇല്ലാതാവോ എന്ന് മഹിമ ചോദിക്കുന്നുണ്ട്. ഇത് നല്ല കഥയാണല്ലോ, നീ എപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചോദ്യം ചെയ്യുന്നൊക്കെ ആളാണല്ലോ. പക്ഷെ നീയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഇടം ഇങ്ങനെ മോഷ്ടാക്കളുടെ കുടുംബമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. ഞാൻ കല്യാണം കഴിച്ചത് എന്ത് വിധത്തിലുള്ള കുടുംബം ആയിക്കോട്ടെ, അതില് നിങ്ങളുടെ പ്രശ്നം എന്താണ്? നീ എന്താടാ ഒരു മടിയും ഇല്ലാതെ അതൊക്കെ അംഗീകരിക്കുന്നത്? അവര് പറയുന്നത് കേട്ടില്ലേ, അവരുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അത് അവർക്ക് എത്ര അപമാനമായിരിക്കും. ആൾക്കാരെന്താ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവര് പറയുന്നത് പോലെ ഫോൺ ചെയ്തിട്ട് ഇവരുടെ മകളെ കല്യാണം കഴിപ്പിച്ച വീട്ടിലുള്ള അവിടുത്തെ മരുമകളുടെ അനിയൻ ഇങ്ങനെ ചെയ്തോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ചുമ്മാ വെറുതെ ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട്. രവിയേട്ടാ, ഇവന്റെ സംസാരം കേട്ടാ വിചാരിക്കല്ലോ ഇവിടെ വന്നിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് പോലെയാണല്ലോ. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സ്വന്തം കുടുംബം പോലെയാണ് കാണുന്നത്. ഇവിടെ ആർക്ക് എന്ത് നടന്നു കഴിഞ്ഞാലും അത് ഞങ്ങളെ കൂടി ബാധിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞേക്കെന്ന് പറയാണേ. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി എന്ന് പറഞ്ഞിട്ട് രവി ഒരു വിളിക്കുന്നുണ്ടേ. അച്ഛാ, ചുമ്മാ വെറുതെ ഇവര് ഉള്ള പ്രശ്നം വലുതാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സച്ചി, നീ റൂമിൽ പോ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പറഞ്ഞു വിടുവാണേ. സച്ചി പോകുന്ന സമയത്ത് മഹിമ പറയുന്നുണ്ട്, രവിയേട്ടാ, ഞാന് ഇവിടെയുള്ള ആൾക്കാരോടുള്ള സ്നേഹത്തിന്റെ പുറത്തല്ലേ ചോദിക്കുന്നത്. പക്ഷെ സച്ചി സംസാരിച്ചിട്ട് പോകുന്നത് കേട്ടില്ലേ? നിങ്ങള് വർഷയെ കാണാൻ വേണ്ടിട്ട് വന്നു എന്നല്ലേ പറഞ്ഞത്? അവള് റൂമിന്റെ ഉള്ളിലുണ്ട്, പോയിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് മഹിമയ്ക്ക് കണക്കിന് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ വിടുന്നത്. കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒറ്റ വാക്കുകൊണ്ട് തന്നെ രവി മഹിമയുടെ വായ അടപ്പിക്കാണ് കേട്ടോ ചെയ്യുന്നത്. മഹിമ പോകുമ്പോ തന്നെ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്നിട്ട് റൂമിലേക്ക് പോവുകയാണെ. പക്ഷെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടേ. എന്താ അങ്കിളെന്ന് ചോദിച്ചിട്ട് അരികിലേക്ക് വരുമ്പോഴേക്കും ഒരാള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അല്ല അങ്കിൾ, അത് വർഷയുടെ അമ്മയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാന്ന് പറയുമ്പോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ചന്ദ്രമതി ദേഷ്യം പിടിച്ചു പോയ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ട ഉടനെ തന്നെ ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അച്ഛാ, അവള് സത്യമല്ലേ പറഞ്ഞത്? എന്ത് വേണമെങ്കിലും ആവട്ടെടാ, വീട്ടിലെ കാര്യങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നിടത്തോളം കാലമാണ് നമ്മുടെ കുടുംബത്തിന്റെ മര്യാദ. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, അതാണല്ലോ അച്ഛാ നമ്മുടെ കുടുംബത്തിന്റെ മര്യാദ. ഇപ്പൊ വീഡിയോ ആയിട്ട് നാട്ടിൽ മൊത്തം പെരുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നീ ചെയ്തതോന്ന് ചോദിക്കുന്നുണ്ടോ തിരിച്ച്? അത് കേൾക്കുമ്പോ വായടച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. തുടർന്ന് ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. രവിക്ക് ദേഷ്യം പിടിച്ചു എന്നും വായിലിരിക്കുന്നത് മൊത്തം കേൾക്കുന്നു. അങ്കിൾ അവരെ ചോദിച്ചുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ, ഇനി എന്തായാലും പറയില്ല, സോറി എന്ന് പറയുന്നുണ്ടേ. ഇങ്ങനെ വീട്ടിൽ വരുന്നവരടുത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പോകുന്നത് അത്ര നല്ല ശീലമല്ല. മേലാൽ ഇത് ആവർത്തിച്ചു പോകരുത് എന്നുള്ള കാര്യം
ശ്രുതിയുടെ മുഖത്തടിച്ചതുപോലെ രവി പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ആകെ നാണം കെട്ട് നാരെ പോലെ നിൽക്കുവാണേ. എന്നാ വന്ന മഹിമയ്ക്ക് അതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ. വർഷയുടെ റൂമിലേക്കാണല്ലോ പോയിരിക്കുന്നത്. വർഷയുടെ അടുത്ത് ഇങ്ങനെ ശരത്തിന്റെ അനിയന്റെ വീഡിയോ കണ്ടതുകൊണ്ട് ഭയങ്കര നാണക്കേടായി, അതായി ഇതായി എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് നമ്മുടെ വർഷയാണെങ്കിൽ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയുടെ ഫോണിലേക്ക് ആന്റണി വിളിച്ചിട്ടാണെങ്കിൽ അവിടേക്ക് ഉടനെ വരാൻ വേണ്ടിയിട്ടും പറയുന്നുണ്ട്. മഹിമയ്ക്കുള്ള പണി വർഷയും അതുപോലെ തന്നെ ശ്രുതിക്കുള്ള 8ന്റെ പണി ആന്റണിയും ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ. താങ്ക്